പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. തന്ത്രിയുടെ അറസ്റ്റ് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന ദിവസമാണ്. SIT വളരെ ഊർജിതമായി കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ വിശദാംശങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ ഒക്കെ വിശദമായി തന്നെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്ക് മുറുക്കുകയാണ് SIT. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷണ കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിനെ ചൊല്ലി ഒരു ഭാഗത്ത് രാഷ്ട്രീയ പോരും കടുക്കുകയാണ്. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നീക്കമെന്നാണ് കോൺഗ്രസ് BJP ആരോപണം. അതേസമയം അന്വേഷണ സംഘം ശരിയായ ദിശയിൽ എന്ന് പ്രതികരിച്ച് കരുതലോടെയാണ് സർക്കാരും CPM-ഉം ഈ വിഷയത്തെ സമീപിക്കുന്നത്. വിശദമായി ഇന്നത്തെ എന്തൊക്കെ സംഭവവികാസങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് നോക്കിയാൽ, കട്ടിളപ്പാളി കേസിലെ സമാന ഗൂഢാലോചനയും ഒത്താശയും ദ്വാരപാലക ശില്പപാളി കേസിലും തന്ത്രി നടത്തിയെന്ന നിഗമനത്തിലേക്കാണ് SIT ഇന്നെത്തുന്നത്. തന്ത്രിയും പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് കണ്ടെത്തിയ SIT ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് തന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2019 മെയ് 18-നാണ് കട്ടിളപ്പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത്. അവ തിരികെ സ്ഥാപിക്കുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ഒക്കെ തന്ത്രി സന്നിധാനത്തുണ്ടായിരുന്നു. ആചാരം ലംഘിച്ചുള്ള നടപടിയായിട്ടും തന്ത്രി അതിനെ എതിർത്തില്ല. അത്തരത്തിൽ മൗനാനുവാദം കൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്ത്രി നിസ്സംഗത പാലിക്കുകയായിരുന്നു എന്നതാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന, വ്യാജരേഖാ നിർമ്മാണം, ഗൂഢാലോചന, അനധികൃത സ്വത്ത് സമ്പാദനം പോലുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ് SIT തന്ത്രിക്കെതിരെ. അതിൽ 2 വകുപ്പുകൾക്ക് ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാവുന്ന സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അന്ന് തന്നെ ദ്വാരപാലക ശില്പപാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം കൂടിയാണ് SIT നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രിയുടെ പങ്ക് വിശദമായി തന്നെ SIT അന്വേഷിക്കുന്നു. അതിലും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. അതോടെ തന്ത്രിയുടെ ജയിൽവാസം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് കരുതുന്നത്. എന്താണ് തന്ത്രിയെ കുടുക്കുന്നതിൽ നിർണായകമായത് എന്നതുകൂടി നമുക്ക് നോക്കണം. A. പത്മകുമാറിന്റെ മൊഴിയാണ് തന്ത്രിക്കെതിരെ ഏറ്റവും ശക്തമായുള്ളത്. തന്ത്രിയെ കുരുക്കുന്നതിൽ നിർണായകമായത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴി തന്നെയെന്ന് നമുക്ക് പറയാം. ദൈവതുല്യർ തന്ത്രി എന്ന സൂചന SIT-ക്ക് മുന്നിലും പത്മകുമാർ നൽകുകയായിരുന്നു. നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ദൈവതുല്യർ എന്ന പരാമർശം നടത്തിയത് പത്മകുമാറാണ്. അവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന ഒരു ചോദ്യമാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പത്മകുമാർ നൽകിയത്. അന്നു മുതൽ തന്നെ ഈ ദൈവതുല്യർ ആര് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഈ തന്ത്രിയുടെ അറസ്റ്റ് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വളരാൻ സഹായിച്ചത് തന്ത്രിയുടെ സുഹൃത്തെന്ന മേൽവിലാസമാണെന്നും സ്പോൺസർഷിപ്പ് ഇടപാടുകൾ രാജീവര് അറിഞ്ഞിരുന്നുവെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായുള്ള ബന്ധം സമ്മതിച്ചു പത്മകുമാർ SIT-ക്ക് മുന്നിൽ. ഈ മൊഴികൾ തന്ത്രിയെ അറസ്റ്റിലാക്കുന്നതിൽ നിർണായക ഘടകമായി എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണ് എന്നത് SIT മറ്റു ചില മാർഗങ്ങളിലൂടെ ഉറപ്പിക്കുകയും ചെയ്തു. 2002 മുതൽ അടുപ്പമുള്ള ആളുകളാണ് പോറ്റിയും തന്ത്രിയും. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ട് എന്നതിന്റെ രേഖകളും SIT ശേഖരിക്കുകയും അവരുടെ ബന്ധം ഉറപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ കൂടുതൽ പരിശോധനകൾക്കായി രാജീവരുടെ മൊബൈൽ ഫോൺ അടക്കം SIT പിടിച്ചെടുക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. ECG പരിശോധന ഉൾപ്പെടെ പൂർത്തിയായി. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ ICU-ലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ SIT കുരുക്കുമുറുക്കുന്നു എന്നത് നമ്മൾ സൂചിപ്പിച്ചതാണല്ലോ. തന്ത്രിയുടെ വീട്ടിൽ ഉൾപ്പെടെ അതിനാവശ്യമായ രേഖകൾ സമാഹരിക്കാനായി SIT-യുടെ പരിശോധന നടക്കുകയാണ്.
പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ചെങ്ങന്നൂരിലെ വീട്ടിലാണ് സംഘം എത്തിയത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 8 അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. ഫോട്ടോഗ്രാഫറും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ ഈ സംഘത്തിലുണ്ട്. തന്ത്രിയുടെ മരുമകളെ ഉൾപ്പെടെ വീട്ടിലേക്ക് കടക്കുന്നതിൽ അവർ വിലക്കേർപ്പെടുത്തിയിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിശദമായ പരിശോധന തന്ത്രിയുടെ വീട്ടിൽ നടക്കുന്നത്. കുറ്റം ചെയ്തിട്ടില്ല എന്ന ഒരു പ്രതികരണമാണ് ഇന്നലെ അറസ്റ്റിലായതിനു ശേഷം തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അത്തരമൊരു പ്രതികരണം നടത്തിയത്. മാത്രവുമല്ല, ആരെങ്കിലും കുടുക്കിയതാണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കുടുക്കിയതാണ് എന്നൊരു പ്രതികരണം കൂടി തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോ ഇന്നലെ തന്ത്രി എന്താണോ 2 വാക്കുകളിലൂടെ പറഞ്ഞത്, അതേ വാദങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് തന്ത്രിയെ അനുകൂലിക്കുന്നവർ ഇന്ന് രംഗത്ത് വന്നത്. ദുർബലവും വൈരുദ്ധ്യവും നിറഞ്ഞ റിമാൻഡ് റിപ്പോർട്ടാണ് തന്ത്രിക്കെതിരെ ഉള്ളത് എന്നതാണ് തന്ത്രി കുടുംബാംഗം കൂടിയായ രാഹുൽ ഈശ്വർ ഇന്ന് പ്രതികരിച്ചത്. തന്ത്രിയെയും ശബരിമലയെയും അപകീർത്തിപ്പെടുത്താൻ ഒരു ഗൂഢശ്രമം നടക്കുന്നു എന്നതാണ് രാഹുൽ ഈശ്വറിന്റെ ആരോപണം. CPM-നെതിരായ വിമർശനങ്ങളുടെ മുനയൊടിക്കാനുള്ള നീക്കം മാത്രമാണ് തന്ത്രിയുടെ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. ജാമ്യം റദ്ദാക്കി തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി രാഹുൽ ഈശ്വർ പറഞ്ഞു. ഇത് വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലല്ല. ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലും സുപ്രീം കോടതിയിലടക്കം ശബരിമലയ്ക്ക് വേണ്ടി ഇടപെട്ട വ്യക്തി എന്ന രീതിയിലുമാണ് പറയുന്നത്. അയ്യപ്പ ധർമ്മസേനയുടെയും അയ്യപ്പ വിശ്വാസികളുടെയും ഭാഗത്തു നിന്നാണ് പറയുന്നത്. കണ്ഠരര് രാജീവരുടെ തെറ്റെന്താ? ആദ്യം പല ആൾക്കാരും പല നിറം പിടിപ്പിച്ച കഥകളും പറയുകയുണ്ടായി. പിന്നീട് ഈ മാധ്യമങ്ങളിലും കോടതിയുടെ റിമാൻഡ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് ഇത് ശക്തമായ റിമാൻഡ് റിപ്പോർട്ടാണെന്ന് തോന്നി? തികച്ചും ദുർബലവും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞൊരു റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിയെ കൊടുക്കാൻ വേണ്ടി, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? അതേസമയം വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് തന്ത്രിയുടെ അറസ്റ്റ് വിഷയത്തിൽ BJP. തന്ത്രിക്കൊപ്പമെന്ന് BJP പ്രഖ്യാപിക്കുന്നു. ജനശ്രദ്ധ തിരിക്കാനുള്ള നീക്കമായാണ് BJP തന്ത്രിയുടെ അറസ്റ്റിനെ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കുമൊപ്പം കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. CPM കോൺഗ്രസ് കുറുവ സംഘമാണ് കൊള്ളയ്ക്ക് പിന്നിൽ എന്ന് ആരോപിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. പോറ്റിയെ സഹായിക്കുന്നത് ഈ കൂട്ടരാണ്. തന്ത്രിയുടെ അറസ്റ്റിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി BJP കടക്കുന്നു എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചത്. മകരവിളക്ക് ദിവസമായ 14-ന് NDA ജ്യോതി തെളിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിക്കും എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ശബരിമലയിലെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിന്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിന്റെ അല്ലേ? അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്, ഒരു വാലിഡ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ശക്തമായ ഒരു അഭിപ്രായം, ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPM-ഉം കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെന്ന ആരോപണവുമായി കെ സുരേന്ദ്രനും അതേ വാർത്താ സമ്മേളനത്തിൽ രംഗത്ത് വന്നു. യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. തന്ത്രിയെ ജയിലിലടച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് എന്നതാണ് BJP-യുടെ ആരോപണം. സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോറ്റി നൽകിയ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും. അതായത് ആദ്യ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് SITക്ക് ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്. ആ 2 പേരിൽ 2 പേരെയും SIT നിരവധി തവണ ചോദ്യം ചെയ്തു. എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും SIT അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല.
മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തില്ല എന്നത് മാത്രമല്ല ബി.ജെ.പിയുടെ പ്രശ്നം എന്നത് നമുക്ക് മനസ്സിലാകും. തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി ഈ വിഷയത്തിലെ നിലപാട് തന്നെ ബി.ജെ.പി മാറ്റുന്നു എന്നതാണ് തോന്നിപ്പോകുന്നത്. കാരണം തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട് സന്ദർശിച്ച് ബി.ജെ.പി നേതാക്കൾ ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സന്ദർശനം. സന്ദീപ് വചസ്പതി അടക്കമുള്ള നേതാക്കളാണ് തന്ത്രിയുടെ വീട്ടിൽ ഇന്നെത്തിയത്. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന് സംശയിക്കുന്നതായും ഹൈക്കോടതിയുടെ പ്രതിനിധികൾക്കും ദേവസ്വം ബോർഡ് പ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും സന്ദീപ് വചസ്പതി പറഞ്ഞു. സ്വാഭാവികമായും ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ടല്ലോ. കാരണം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 3 മന്ത്രിമാരുണ്ടായിരുന്നില്ല. മന്ത്രി അറിയാതെ ദേവസ്വത്തിൻ്റെ മുൻ കമ്മീഷണർമാരടക്കം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു ട്രാൻസ്ഫർ നടത്താൻ അവകാശമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂറായാലും ഗുരുവായൂരായാലും മലബാറായാലും ഏത് ദേവസ്വത്തിലായാലും അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ അനുമതി വേണം. അവിടെ ഒരു ടെമ്പററി അപ്പോയിൻമെൻറ്റ് പോലും നടത്താനുള്ള അധികാരം ഇവർക്കാർക്കും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സർവാധികാരിയായി ഇത്രകാലവും അടക്കി ഭരിച്ചതിന് ശേഷം ഒരു കുഴപ്പം വരുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടേതാണ് എന്ന് തലയിലിട്ട് രക്ഷപ്പെടുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. അന്വേഷണം മരവിപ്പിച്ചു എന്നും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുമൊക്കെ ആരോപണം ഉന്നയിച്ചവരാണ് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി കളം മാറ്റിച്ചവിട്ടുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് എന്ന് വരുത്തുന്നത്. അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കം എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ നീക്കമെന്ന സംശയം ഉയർത്തുന്നത് UDF ആണ്. എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കേണ്ട എന്നാണ് കെ മുരളീധരൻ മുന്നറിയിപ്പ് നൽകിയത്. തന്ത്രി നിരപരാധിയെന്ന് ഉറപ്പിച്ചു പറയാൻ പക്ഷേ UDF നേതാക്കൾക്ക് കഴിയുന്നുമില്ല. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിയമത്തിൽ ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരുമുണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതാണ് എൻ്റെ സത്യം. എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. തന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. അത് കോടതിയിൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകാൻ കഴിയുമെന്നില്ല. ഇത് മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ മന്ത്രിമാരായിരിക്കുന്നത്? അതായത് സ്വന്തം വകുപ്പിൻ്റെ കീഴിലൊരു കൊള്ള നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ സംവിധാനത്തിൽ. ഇത് അറസ്റ്റ് ചെയ്തവരെല്ലാം ഒരു പാർട്ടിക്കാരല്ലേ? ആ പാർട്ടിക്കാർ സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും, അതായത് CPM-ഉം അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കുമോ എന്ന സംശയത്തിൽ ഒതുക്കിക്കൊണ്ട് സർക്കാരിനെതിരെ രംഗത്ത് വരാനാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. അതേസമയം അന്വേഷണ സംഘം ശരിയായ ദിശയിൽ നീങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടാനാണ് ഈ അവസരം സർക്കാർ പ്രതിനിധികൾ ഉപയോഗിക്കുന്നത്. കരുതലോടെയാണ് സർക്കാരും CPM-ഉം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. വിദേശത്ത് പുരാവസ്തു കച്ചവടമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ SITക്ക് സാധിക്കുമെന്നും ആണ് ഇന്ന് P. രാജീവ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അന്വേഷണം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നതുവരെ കാത്തിരിക്കാമെന്ന് മന്ത്രി പറഞ്ഞു.
ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ സർക്കാർ ഈ വിഷയത്തിൽ പ്രത്യേക അഭിപ്രായ പ്രകടനങ്ങൾക്ക് മുതിരുന്നില്ല എന്നുകൂടിയാണ് മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അന്വേഷണം ശരിയായ രൂപത്തിലാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ ഈ മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ വാർത്തകളൊക്കെ കൊടുത്ത് ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും അത് സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയേണ്ടതില്ല. വളരെ ശരിയായ രൂപത്തിലാണ് അന്വേഷണം പോകുന്നതെന്ന് അന്വേഷണത്തിന് നേരെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഒരു സമ്മർദ്ദവും SITക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പോൾ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. നിങ്ങളൊന്നും പിന്നെ അങ്ങനെ പറഞ്ഞ ആളുകൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വിധി വരുമ്പോൾ നിങ്ങളെല്ലാവരും മറന്നു പോകുന്നതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും വരാതിരിക്കുന്നതാണ്. അതുപോലെ മറ്റു പല പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതലുള്ളൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ SIT വരുന്നു, എല്ലാ കാര്യങ്ങളിലും ഒരു പരിശോധന വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി ഹൈക്കോടതിയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഗവൺമെന്റ് അത് സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT ആണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത്. ഹൈക്കോടതി ഇതുവരെ അന്വേഷണ സംഘത്തിന് മേൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല. സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല SIT എന്നതാണ് വ്യക്തമായിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ഇതുവരെ അന്വേഷണ സംഘത്തിനെതിരെ രംഗത്തെത്താത്തവരാണ് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി അന്വേഷണ സംഘത്തിനെതിരെ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തുന്നത്, പ്രത്യക്ഷമായ സമര പരിപാടികളിലേക്ക് കടക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്, അറസ്റ്റിലായ തന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ തന്ത്രിക്ക് പ്രത്യേക അവകാശങ്ങൾ ഈ നാട്ടിൽ ഉണ്ടോ? തെറ്റ് ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നതാണ് എല്ലാ കേസുകളിലും നമ്മൾ പൊതുവെ സ്വീകരിക്കുന്ന ഒരു നിലപാട്. തന്ത്രിയുടെ കേസിൽ മാത്രം അതെങ്ങനെ മാറുന്നു എന്ന് അനുകൂലിച്ചെത്തുന്നവർ, വിമർശനമായി എത്തുന്നവർ വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങളിലേക്ക് കൂടി കടക്കണം. ശബരിമല തന്ത്രി കുടുംബം ഇതുപോലെ നാണക്കേടിന്റെ പടുകുഴിയിൽ വീഴുന്നത് ഇതൊരു ആദ്യ സംഭവമൊന്നുമല്ല. ചെങ്ങന്നൂർ മുണ്ടക്കാവ് താഴ്മൺ മഠത്തിന്റെ മുഴുവൻ സൽപ്പേരും ചോദ്യം ചെയ്യപ്പെട്ട ആദ്യ സംഭവം ഉണ്ടായത് 2 പതിറ്റാണ്ട് മുമ്പാണ്. ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരന്റെ പിതൃ സഹോദരനും അന്നത്തെ ശബരിമല വലിയ തന്ത്രിയുമായ കണ്ഠരര് മഹേശ്വരന്റെ മകൻ കണ്ഠര് മോഹനരാണ് അന്ന് കുടുംബത്തിനാകെ നാണക്കേടുണ്ടാക്കിയത്. അന്ന് കോളിളക്കമുണ്ടാക്കിയ തന്ത്രി കേസിന്റെ വിശദാംശങ്ങളൊന്ന് കണ്ടിട്ട് വരാം. തന്ത്രി കേസ് എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ സംഭവമുണ്ടായത് 2006-ലാണ്. ആ വർഷം ജൂലൈ 23-ന് മോഹനര് കൊച്ചിയിലെ ഷോഫയുടെ ഫ്ളാറ്റിലെത്തിയപ്പോൾ കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിലണിഞ്ഞിരുന്ന 27.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും 20,000 രൂപയും കവർന്നായിരുന്നു കേസ്. തുടർന്ന് ശാന്ത എന്ന സ്ത്രീയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസ്റ്റുകളിലെ ഫോട്ടോ എടുത്തു. ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും പോലീസ് കണ്ടെത്തി. കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് 2012-ൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികളായ ശോഭ ജോൺ, ബിച്ചു റഹ്മാൻ, കേപ്പനി, അബ്ദുൾ സത്താർ, മജീദ്, ഷെരീഫ് എന്നിവർക്ക് 7 വർഷം തടവും പിഴയും കോടതി വിധിച്ചു. അബ്ദുൾ സഹദ്, അസീസ്, ബിജി പീറ്റർ എന്നീ പ്രതികളെ 4 വർഷം തടവിനും ശിക്ഷിച്ചു. തന്ത്രിയെ കുടുക്കിയതിന്റെ ബുദ്ധികേന്ദ്രം ശോഭ ജോണും ബിച്ചു റഹ്മാനുമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തന്ത്രി ഇവരുടെ ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് വിലയിരുത്തിയ കോടതി മറിച്ചു തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിനു മുമ്പ് 3 തവണ തന്ത്രി മോഹനര് ശോഭയുടെ ഫ്ളാറ്റിലെത്തിയിരുന്നു. തന്റെ പുതിയ ഫ്ളാറ്റിലേക്ക് ജോലിക്കാരിയെ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നായിരുന്നു തന്ത്രിയുടെ വാദം. ശാന്ത ഏർപ്പാടാക്കിയ വേലക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ മോഹനര് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭ ജോൺ 4-ാം പ്രതി ബിച്ചു റഹ്മാനും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം സ്വർണവും പണവും തട്ടിയെടുക്കുകയായിരുന്നെന്നാണ് പോലീസും കണ്ടെത്തിയത്. തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കുന്നതിന് പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അന്ന് അംഗീകരിക്കുകയുമുണ്ടായി. എന്നാൽ വരാപ്പുഴ പെൺവാണിഭം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ബ്ലേഡ് മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയടക്കം നിരവധി കേസുകൾ പ്രതിയായ ശോഭ ജോണുമായുള്ള തന്ത്രിയുടെ ബന്ധം കേസിന്റെ പല ഘട്ടങ്ങളിലും വലിയ സംശയങ്ങൾ ഉയർത്തിയിരുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഭക്ത്യാദരപൂർവ്വം കാണുന്ന തന്ത്രിയുടെ
വ്യക്തിജീവിതം സംബന്ധിച്ച പല ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു. 2007 ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ തന്ത്രി മോഹനരോട് മന്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചതും മാധ്യമവാർത്തകൾ നിറഞ്ഞ സംഭവമാണ്. മോഹനരൂപിനെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. പിന്നീട് ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷം എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ബോർഡ് നിലപാട് മാറ്റിയത്. താൻ അറിയാതെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചെന്ന് ആരോപിച്ച് മോഹനരൂപിനെതിരെ 2019 അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ഉണ്ടായി. ശബരിമല വലിയ തന്ത്രിയായിരുന്ന ചെങ്ങന്നൂർ മുണ്ടങ്കാവ് താഴ്മൺ മഠത്തിലെ കണ്ഠരര് മഹേശ്വരരുവിന്റെ മൂത്ത മകനാണ് കണ്ഠരര് മോഹനര്. ഇപ്പോഴത്തെ ശബരിമല തന്ത്രി മഹേഷ് മോഹനര് ഇദ്ദേഹത്തിന്റെ മകനും രാഹുൽ ഈശ്വർ സഹോദരീ പുത്രനുമാണ്. കണ്ഠരര് രാജീവര് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുമ്പോൾ മോഹനരുവിന് പിന്നാലെ ഭക്തരുടെ മനസ്സിലെ മറ്റൊരു വിഗ്രഹം കൂടിയാണ് തകരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുണ്ട് വിവാദം. താഴ്മൺ തന്ത്രി കുടുംബം അങ്ങനെയും വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. 2006 കന്നഡ നടി ജയമാല നടത്തിയ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ശബരിമല ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പ വിഗ്രഹത്തെ സ്പർശിച്ച് പ്രാർത്ഥിച്ചുവെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ശ്രീകോവിലിനുള്ളിൽ ഉള്ളവരുടെ സഹായമില്ലാതെ ഇത് സാധ്യമാകില്ല എന്ന വിലയിരുത്തലാണ് അക്കാലം മുതൽ ഉള്ളത്. കേസും സ്വർണ്ണക്കൊള്ളയും മാത്രമല്ല താഴ്മൺ തന്ത്രി കുടുംബത്തിനുമേൽ അവമതിയുടെ കരിനിഴൽ വീഴ്ത്തിയിട്ടുള്ളത്. കന്നഡ ചലച്ചിത്ര നടി ജയമാല ശബരിമല ശ്രീകോവിലിൽ കയറി വിഗ്രഹത്തിൽ തൊട്ടുവെന്ന് വെളിപ്പെടുത്തിയത് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല. 2006 ജയമാല ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നതും വിഗ്രഹത്തിൽ തൊടുന്നതും തെറ്റാണെന്നറിയില്ലായിരുന്നു. തൻ്റെ നാടായ ചിക്കമംഗളൂരിലും കർണാടകയുടെ മറ്റ് ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിൽ ആർക്കും കയറി വിഗ്രഹത്തിൽ തൊടാമെന്നും ജയമാല പറഞ്ഞു. 1986 27 വയസ്സുള്ളപ്പോഴായിരുന്നു സന്നിധാനത്ത് ജയമാലയുടെ സന്ദർശനം. മുന്നിലെ തിരക്കിൽപ്പെട്ട് ശ്രീകോവിലിനുള്ളിൽ വീണുവെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടുവെന്നുമായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ഒരാൾ തട്ടി വീണാൽ പോലും വിഗ്രഹത്തിൽ തൊടാനാവില്ലെന്നായിരുന്നു അപ്പോഴത്തെ കണ്ടെത്തൽ. അവിടെ മുതൽ തന്നെ നടിയെ ബോധപൂർവം കയറ്റിയതാണെന്ന വാദം ശക്തമായി. വളരെ മുൻപ് സ്ത്രീകൾ എത്തിയിരുന്നുവെങ്കിലും വിഗ്രഹത്തിൽ തൊടുക എന്നത് അന്നും ഇന്നും അസാധ്യമാണ്. ആദ്യ ഭർത്താവും തെന്നിന്ത്യൻ നടനുമായ പ്രഭാകറുമൊത്താണ് വിഷു സമയത്ത് ജയമാല ശബരിമലയിൽ എത്തിയത്. പ്രഭാകറിന് കാലിൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നപ്പോൾ അയ്യപ്പനോട് പ്രാർത്ഥിച്ചാൽ അസുഖം മാറുമെന്ന് പലരും നിർദ്ദേശിച്ചിരുന്നു. 18ാം പടി കയറാനാകില്ലെന്ന് പറഞ്ഞതിനാൽ പിന്നിലെ വഴിയിലൂടെയാണ് പോയത്. ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. പ്രമുഖ നടനായതിനാൽ അദ്ദേഹത്തെ പലരും തിരിച്ചറിഞ്ഞിരുന്നു. തിരക്കിൽ താൻ ഭർത്താവിൻ്റെ ഇരുമുടിക്കെട്ട് വാങ്ങി കയ്യിൽ വെച്ചു. തിരക്കിൽ ചെന്ന് വീണത് അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലാണ്. അത് എങ്ങനെ സംഭവിച്ചുവെന്നറിയില്ല. ഞാൻ ആ പാദങ്ങളിൽ തൊട്ടു പ്രാർത്ഥിച്ചു. അകത്തുണ്ടായിരുന്ന ആരോ എനിക്ക് റോസാപ്പൂവ് തന്നു. പുറത്തിറങ്ങിയപ്പോൾ അനേകം പേർ എൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. അയ്യപ്പനെ തൊട്ടയാളെ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അയ്യപ്പൻ്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ശബരിമലയിൽ 2006 നടന്ന ദേവപ്രശ്നത്തിൽ പങ്കെടുത്ത 21 ജ്യോത്സ്യന്മാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണ പണിക്കർ അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശമുണ്ടായെന്ന വെളിപ്പെടുത്തൽ നടത്തി. ജയമാലയിൽ നിന്ന് നേരത്തെ തന്നെ വിവരം മനസ്സിലാക്കിയ ജ്യോതിഷി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയെന്ന കണ്ടെത്തലാണ് പിന്നീടുണ്ടായത്. പ്രശസ്തി ലാക്കാക്കി സഹായിയായ AN രഘുപതിയുടെ സഹായത്തോടെ നടി ജയമാലയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രേരിപ്പിച്ചുവെന്നും ഈ നടപടി ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നതിൻ്റെയും പേരിലായിരുന്നു ഒടുവിൽ ജ്യോത്സ്യരെ കൂടി പ്രതി ചേർത്ത് കേസെടുത്തത്. കേസ് 2012 ജൂലൈയിൽ ഹൈക്കോടതി റദ്ദാക്കി. പ്രതികളായ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ, ജയമാല, ബംഗളൂരു സ്വദേശി AN രഘുപതി എന്നിവർക്കെതിരെയുള്ള അന്തിമ റിപ്പോർട്ട് റദ്ദാക്കിയ കോടതി ഇവർക്കെതിരെയുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ തുടർ നടപടികളും റദ്ദാക്കി. അയ്യപ്പ വിഗ്രഹമല്ല മറ്റൊരു വിഗ്രഹമാണ് തൊട്ടതെന്ന് പറഞ്ഞാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ചിലർ തന്നെ സമീപിച്ചുവെന്ന് പിന്നെയും ജയമാല വെളിപ്പെടുത്തി. ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അയ്യപ്പ വിഗ്രഹത്തിലാണ് ഞാൻ സ്പർശിച്ചത്. ഏറ്റവും ഒടുവിലും ജയമാലയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു. അങ്ങനെ തൊടാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് സഹായിച്ചവരെക്കുറിച്ച് ജയമാല പറയാത്തത് ചിലരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അന്ന് അങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടു പോയത് ഇതേ ദൈവതുല്യരും.
എന്താകും സ്വർണ്ണക്കൊള്ളക്കേസിലെ തന്ത്രിയുടെ അവസ്ഥ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇതാണ് ഇതിനു മുൻപ് കുടുംബം ചെന്ന് പെട്ടിരിക്കുന്ന കേസുകൾ. നമുക്ക് മറ്റു മലയാള ഭാഷാ ബില്ലിനെ ചൊല്ലി ഉലയുകയാണോ കേരള കർണാടക ബന്ധം? കേരള സർക്കാരിന്റെ മലയാള ഭാഷാ ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കർണാടക. ബില്ലുമായി മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ട് സിദ്ധാരാമയ്യ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിരിക്കുന്നു. ശക്തമായ ഭാഷയിൽ അപലപിച്ചും അപകടകരമായ നീക്കമെന്ന് വിമർശിച്ചുമാണ് മന്ത്രിമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് മലയാള ഭാഷാ ബില്ലുമായി ബന്ധപ്പെട്ട് കർണാടകത്തിനുള്ള ആശങ്ക? എന്താണ് അവരുടെ നീക്കം എന്നത് നോക്കിയാൽ സംസ്ഥാനത്ത് മലയാളം ഔദ്യോഗിക ഭാഷയാക്കാൻ വർഷങ്ങളായി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലവിധ കാരണങ്ങളാൽ അത് യാഥാർത്ഥ്യമാകാതെ നീണ്ടുപോവുകയാണ്. അതിന് പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും 1969 തന്നെ മാതൃഭാഷയിൽ ഭരണനിർവഹണം എന്നത് പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട്. 1969 സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും മലയാളവുമായിരിക്കുമെന്ന് വ്യക്തമാക്കി ഔദ്യോഗിക ഭാഷാ നിയമം കേരളം ഉണ്ടാക്കി. തുടർന്ന് 1973 ഇത് ഇംഗ്ലീഷോ മലയാളമോ ആയിരിക്കുമെന്നത് ഭേദഗതി ചെയ്തു. ഇത് സംബന്ധിച്ചും വിവാദമുയർന്നപ്പോഴാണ് 2015 ഔദ്യോഗിക ഭാഷ മലയാളമാക്കി പുനർനിർവചിച്ചുകൊണ്ട് മലയാള ഭാഷ വ്യാപനവും പരിപോഷണവും എന്ന ബിൽ പാസാക്കിയത്. എന്നാൽ ബിൽ തമിഴും കന്നഡയും ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് എന്ന സംശയത്തിൽ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അന്നത്തെ ഗവർണർ പി സദാശിവം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയായിരുന്നു. തുടർന്ന് വർഷങ്ങളോളം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിലായിരുന്നു ഈ ബിൽ. ഒടുവിൽ രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നിഷേധിച്ചു. അങ്ങനെ 10 വർഷം നീണ്ട ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് 2025 പുതിയ ബിൽ നിയമസഭ പാസാക്കിയത്. മലയാള ഭാഷാ ബിൽ 2025 എന്ന പേരിൽ സ്കൂൾ തലം മുതൽ ഭരണഭാഷ വരെ മലയാളത്തിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഈ ബിൽ ഗവർണറുടെ പരിഗണനയിലിരിക്കെയാണ് കർണാടക പുതിയ ഉടക്കിട്ടിരിക്കുന്നത്. ഗവർണറുമായിട്ടായിരുന്നു ആദ്യ കൂടിക്കാഴ്ച ഇതുമായി ബന്ധപ്പെട്ട്. കേരളത്തിന്റെ പുതിയ ഭാഷാ നിയമമായ മലയാളം ഭാഷാ ബിൽ 2025 തള്ളണമെന്ന ആവശ്യവുമായാണ് കർണാടക സർക്കാരിന്റെ പ്രതിനിധികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കരെ കണ്ടത്. കാസർഗോഡ് വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ അവരുടെ ആശങ്കകൾ അറിയിച്ചു. കേരളത്തിന്റെ ബില്ല് പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണ് എന്നത് കർണാടക സർക്കാരിന്റെ പ്രതിനിധികൾ ഗവർണറോട് ചൂണ്ടിക്കാട്ടി. ഈ ബിൽ കാസർഗോഡ് ജില്ലയിലെ കന്നഡ സംസാരിക്കുന്ന കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും കർണാടക ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി ചൂണ്ടിക്കാട്ടി. ഇതിന് പിന്നാലെയാണ് ബിൽ പിൻവലിക്കണമെന്ന ആവശ്യവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പരസ്യമായി രംഗത്ത് വന്നത്. ബിൽ കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മൌലികാവകാശങ്ങൾ തകർക്കുന്നതും ഭരണഘടനാ വിരുദ്ധവുമെന്ന് കാട്ടി കർണാടക മുഖ്യമന്ത്രി സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇന്നലെ ഈ ട്വീറ്റിലൂടെ കേരളത്തെ പ്രതിഷേധമറിയിച്ച സിദ്ധാരാമയ്യ പിന്നാലെ തന്നെ കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. ബില്ലുമായി മുന്നോട്ടു പോകാനാണ് നീക്കമെങ്കിൽ അതിനെ നിയമപരമായി നേരിടുമെന്നതാണ് സിദ്ധാരാമയ്യയുടെ കത്തിലുള്ള മുന്നറിയിപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു നീക്കം കർണാടകയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയാണ് കേരളം. കർണാടകത്തിന്റെ എതിർപ്പിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന ആരോപണം ഉയർത്തി ചെറുക്കുകയാണ് കേരളം. സിദ്ധാരാമയ്യയുടെ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രിമാരായ MP രാജേഷും P രാജീവും രംഗത്തു വന്നു. മലയാള ഭാഷാ ബില്ലിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ നിലപാടിനെ വിമർശിച്ച മന്ത്രി P രാജീവ് കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ തെറ്റായ നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് കുറ്റപ്പെടുത്തി. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ പഠിക്കാനും കത്തിടപാടുകൾ നടത്താനും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. മലയാള ഭാഷാ ബിൽ നാടിന്റെ പൊതുവികാരമാണെന്നും മലയാളികൾക്കെതിരെ കർണാടക മുഖ്യമന്ത്രി വരുമ്പോൾ സത്യം പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനില്ലേ എന്നും മന്ത്രി ചോദിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാള ഭാഷാ ബില്ല് എന്നുള്ളത് ഈ നാടിന്റെ പൊതുവായ വികാരമാണ്. നമ്മൾ നേരത്തെ ഒരു ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചു. അതിന് അംഗീകാരം കിട്ടിയില്ല. നമ്മളുമായി ചർച്ച നടത്തി വിശദീകരണങ്ങൾ ചോദിച്ച് അതിന് വിശദീകരണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബില്ലിന് അനുമതി നിഷേധിച്ചതായിട്ട് വന്നു. അതിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ലിൽ ഈ പറയുന്ന ഭാഗങ്ങളൊന്നുമില്ല. കന്നഡ തമിഴ് ന്യൂനപക്ഷങ്ങൾ ഉള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ
അവർക്ക് അവരവരുടെ ഭാഷയിൽ പഠിക്കാനാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആ ബില്ലാണ് നിയമസഭ പാസ്സാക്കിയത്. അതേപോലെ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ കത്തിടപാടുകൾ, ഔദ്യോഗിക കത്തിടപാടുകളെല്ലാം അവരുടെ ഭാഷയിലാണ്. അപ്പോൾ പഴയ ബില്ല് നോക്കിയിട്ടാണ് കർണാടക മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നുവെന്ന കർണാടക മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ അല്പം കൂടി കടന്നുള്ള പ്രതികരണമാണ് മന്ത്രി എം.പി. രാജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ പ്രസ്താവന അപകടകരമാണ് എന്ന് മന്ത്രി എം.പി. രാജേഷ് പറയുന്നു. ഭാഷാ ന്യൂനപക്ഷ ബില്ലിൽ അങ്ങനെയില്ല. ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവന സിദ്ധാരാമയ്യ പിൻവലിക്കണം. സംഘപരിവാറിനെ പോലെ വിദ്വേഷത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും ബുൾഡോസർ കൊണ്ട് വീട് തകർത്തതിൽ കേരളം പ്രതിഷേധിച്ചതിന്റെ പ്രതികാരമാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നതെന്നും എം.പി. രാജേഷ് പറഞ്ഞു. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മേൽ മലയാള ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്നത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ളൊരു ആരോപണമാണ്. സിദ്ധരാമയ്യയെ പോലെ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇത്തരം അപകടകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് മുമ്പ് വസ്തുതകൾ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കേണ്ടതായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിച്ചാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാകുമായിരുന്നല്ലോ. അദ്ദേഹം ഏത് ബില്ലിന്റെ കാര്യമാണ് പറയുന്നതെന്ന് അദ്ദേഹം പരിശോധിക്കണം. നിയമസഭ പാസാക്കിയ ബില്ലിൽ അങ്ങനെയുള്ള വ്യവസ്ഥകളൊന്നുമില്ല. വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഭാഷാ ന്യൂനപക്ഷ പ്രദേശങ്ങളായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് എല്ലാ കത്തിടപാടുകളും സെക്രട്ടേറിയറ്റോ വകുപ്പ് മേധാവികളോ ഒക്കെ ആയിട്ടുള്ള കത്തിടപാടുകൾ അവരുടെ ഭാഷയിൽ നടത്താം, മറുപടി അവരുടെ ഭാഷയിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് മലയാളം നിർബന്ധിതമല്ല, അവരുടെ ഭാഷ തിരഞ്ഞെടുക്കാം എന്ന് ബില്ലിൽ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. എന്നിട്ട് നേരെ വിപരീതമായിട്ട് സിദ്ധരാമയ്യയെ പോലുള്ള ആൾ പറയുന്നത് അതിന്റെ ശക്തമായ പ്രതികരണമാണ് ആ വിഷയത്തിൽ മന്ത്രി എം.പി. രാജേഷിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായത്. കർണാടകത്തിന്റെ നിലപാടിനെ സർക്കാർ തള്ളുമ്പോൾ നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയ ബില്ലിനെതിരെ കേരളത്തിൽ തന്നെ വ്യത്യസ്ത നിലപാട് ഉയരുന്നതും നമുക്ക് കാണാം. ബിൽ ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് കാസർഗോഡ് എം.പി. രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിലപാട്. മലയാളം അടിച്ചേൽപ്പിക്കരുതെന്നും കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷ സ്കൂളുകളെ ഇതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ബി.ജെ.പിയും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ കേരളം ഒറ്റക്കെട്ടായി നിയമസഭ പാസാക്കിയ ബില്ലാണ്. മറ്റ് സംസ്ഥാനങ്ങൾ എത്രയോ മുൻപ് പാസാക്കിയിട്ടുണ്ട് അവരുടെ ഈ അവകാശങ്ങൾ. അവിടെയാണ് ഈ എതിരഭിപ്രായങ്ങൾ ഉയരുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. എന്തായാലും ബില്ലിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ എടുക്കുന്ന നിലപാടാണ് ഇനി നിർണായകമാകുക. മറ്റെല്ലാ സംസ്ഥാനങ്ങളും 1969 തന്നെ മാതൃഭാഷയിൽ ഭരണനിർവഹണം പ്രാബല്യത്തിലാക്കിയിരുന്നു. കേരളത്തിന്റെ വർഷങ്ങളായുള്ള പരിശ്രമങ്ങൾ പാഴായിപ്പോയി. വീണ്ടും ഇത് നിയമപ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ വരുന്നു. അതിനുമപ്പുറം അയൽ സംസ്ഥാനങ്ങളുടെ ബന്ധത്തിൽ വിള്ളലിലേക്കും ഈ പ്രശ്നങ്ങൾ നയിക്കുമോ എന്ന ആശങ്ക കൂടി ഉയരുകയാണ്. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറെ അനിശ്ചിതത്വങ്ങളും ഭിന്ന അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് മേയർ സ്ഥാനത്തേക്ക് UDF ഉയർത്തിക്കാണിച്ചിരുന്നതെങ്കിലും പിന്നീട് മിനിമോളെ മേയറാക്കുകയായിരുന്നു. അന്ന് മുതൽ തന്നെ സഭയുടെ ഇടപെടലാണ് ഇതിന് കാരണമെന്ന വിമർശനം ഉയർന്നെങ്കിലും നേതാക്കൾ ഇതൊക്കെ തള്ളി. ഇപ്പോൾ എന്താണ് മേയർ സ്ഥാനത്തിൽ സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കൊച്ചി മേയർ VK മിനിമോൾ. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടു എന്നതാണ് മിനിമോൾ പറഞ്ഞത്. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടു എന്ന് എല്ലാവരും കേൾക്കെ കൊച്ചി മേയർ VK മിനിമോൾ വിളിച്ചു പറയുന്നു. പദവികൾ തീരുമാനിച്ചപ്പോൾ സംഘടനയ്ക്ക് ശക്തി കാണിക്കാൻ സാധിച്ചതായും സഭയിൽ നിന്ന് ശബ്ദമുയർത്തിയതിന് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്നും മിനിമോൾ പറയുന്നു. ലത്തീൻ സമുദായത്തിന്റെ ഉറച്ച ശബ്ദം സമുദായത്തിനായി സമൂഹത്തിൽ ഉയർന്നതിന്റെ തെളിവാണ് തന്റെ കൊച്ചി മേയർ പദവിയുമെന്നുമാണ് മിനിമോളുടെ വാക്കുകൾ. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ ജനറൽ അസംബ്ലി ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു മിനിമോളുടെ ഈ തുറന്നു പറച്ചിൽ. ഞാനിന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിൻ്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിൽ ഉയർന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കൊച്ചി മേയർ എന്ന പദവി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, പലപ്പോഴും അർഹതയ്ക്കപ്പുറമുള്ള പല കാര്യങ്ങളും പല സ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോൾ അതിലേക്ക് ഒരു ശബ്ദമുയർത്താൻ നമ്മുടെ സംഘടനാ ശക്തി
സാധിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. എനിക്കറിയാം, എനിക്ക് വേണ്ടി എല്ലാ പിതാക്കന്മാരും ജോയ് പിതാവിൻ്റെ ആന്റണി പിതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പിതാക്കന്മാരും എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നന്ദി ഞാൻ ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. വി കെ മിനിമോളുടെ പരാമർശത്തിൽ തെറ്റില്ല എന്നായിരുന്നു KRLCC അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. മിനിമോൾക്ക് സഭ പിന്തുണ നൽകിയിട്ടുണ്ടാകും, അത് തെറ്റല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാൾ വളർന്നു വരാൻ പിന്തുണ നൽകുന്നത് തെറ്റല്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. സഭ ശബ്ദമുയർത്തി എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഒരാളായതുകൊണ്ട് ആ ആൾക്ക് വേണ്ടി ആരോടെങ്കിലൊക്കെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടാവുക. അതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണ്, ഒരു സ്കൂളിൽ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സീറ്റ് പഠിക്കാൻ ലെറ്റർ തരും. എന്തിനാണ് ആ ലെറ്റർ കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടേ തരുന്നത്. അതുപോലെ നമ്മുടെ സഭയിലുള്ളവരും ചിലപ്പോൾ സഭയിലുള്ളൊരു വ്യക്തി വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അത് എനിക്ക് തോന്നുന്നത്. അർഹമായ പ്രാതിനിധ്യമാണ് ചോദിച്ചത്, സമ്മർദ്ദമല്ല. പ്രാതിനിധ്യത്തിനായുള്ള ആഗ്രഹം അറിയിക്കുകയായിരുന്നു. കരയുന്ന കുഞ്ഞിനെ ജനാധിപത്യത്തിൽ പാലുള്ളൂ. പ്രാതിനിധ്യത്തിനായി ഇനിയും ശബ്ദമുയർത്തും. രാഷ്ട്രീയ പാർട്ടികൾ അറിഞ്ഞു ചെയ്യുമെന്ന് കരുതാനാകില്ല തുടങ്ങിയ ന്യായങ്ങളാണ് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ വൈസ് പ്രസിഡന്റായ ജോസഫ് ജൂഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പറയുന്നത്. മേയറെ തീരുമാനിച്ചതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന പരാതി ഉയർന്നിരുന്നു. മേയർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് പരിഗണിക്കപ്പെട്ട ദീപ്തി മേരി വർഗീസ് തന്നെ പരാതിയായി പറഞ്ഞിരുന്നു. മേയറെ കണ്ടെത്താൻ കോർ കമ്മിറ്റി കൂടിയില്ല. മേയറെ കണ്ടെത്താൻ നിരീക്ഷകരാരും ഉണ്ടായിരുന്നില്ല. മേയർ സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ ഉണ്ടെങ്കിൽ അത് KPCCക്ക് വിടണം എന്ന നിർദ്ദേശം പാലിച്ചില്ല. മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. മേയറെ കണ്ടെത്താൻ വോട്ടിംഗ് ഉണ്ടായില്ല എന്നൊക്കെ ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാട്ടി. ഇതിൽ KPCCക്കും കേന്ദ്ര നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് അറിവ്. മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുള്ള നിയമനം എങ്ങനെ നടന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന നിലയിൽ മിനിമോൾ തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. പറഞ്ഞ് കുടുങ്ങിയിരിക്കുകയാണ് മേയർ VK മിനിമോൾ. സഭ ഇടപെട്ടില്ലെന്ന് നേതാക്കൾ വിശദീകരിച്ച് അവസാനിപ്പിച്ച പ്രശ്നത്തിലാണ് ഈ തുറന്നു പറച്ചിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. സാമുദായിക സമവാക്യം പാലിക്കാൻ സ്വാഭാവികമായും ലഭിക്കേണ്ട യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അബിൻ വർക്കിക്ക് നിഷേധിച്ചപ്പോഴും ഈ വിമർശനം കോൺഗ്രസ് നേരിട്ടിരുന്നു. ക്രിസ്ത്യാനി ആയതാണോ കുഴപ്പമെന്ന് അബിൻ വർക്കിക്ക് പരസ്യമായി ചോദിക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിൽ മതസാമുദായിക നേതൃത്വങ്ങൾ ഇടപെടുന്നതിന്റെയും മെറിറ്റ് അട്ടിമറിക്കുന്നതിന്റെയും ഒക്കെ അപകടകരമായ യാഥാർത്ഥ്യങ്ങൾ വീണ്ടും വീണ്ടും വെളിപ്പെടുകയാണ്. ഇത് തുടരണമോ എന്ന് കോൺഗ്രസ് സ്വയം വിമർശനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ട്രംപ് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വെനസ്വേലയിലേക്ക് നടത്തിയ കടന്നുകയറ്റം ഏറ്റവും ഒടുവിലത്തേതാണ്. ഇറാനുമേൽ ഉയർത്തുന്ന ഭീഷണി. എന്നാൽ ഇതിനു മുൻപ് രണ്ടാം ടേം ആരംഭിച്ചത് മുതൽ ട്രംപ് പ്രഖ്യാപിച്ച യുദ്ധമാണ് സാമ്പത്തിക യുദ്ധം. തന്റെ ആഗ്രഹത്തിന് വരുതിക്ക് വരാത്ത രാഷ്ട്രങ്ങൾക്ക് കടുത്ത താരിഫ് നികുതി ഏർപ്പെടുത്തി അവരെ അസ്ഥിരമാക്കാനുള്ള തന്ത്രമാണ് ട്രംപ് പയറ്റിയത്. അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ. മാഗ സിദ്ധാന്തം ചൂണ്ടിക്കാണിച്ചുള്ള ട്രംപിന്റെ താരിഫ് പിരിവിലെ സുപ്രീം കോടതി തീരുമാനം വൈകും. ഇന്നലെ ഈ വിഷയം കോടതി പരിഗണിച്ചില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% താരിഫ് ചുമത്താൻ ട്രംപ് നീക്കം തുടങ്ങിയതോടെ ഇന്ത്യ കോടതി വിധിയിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ്. ട്രംപിന് ഈ രീതിയിൽ താരിഫ് പിരിക്കാമോ ഇല്ലയോ എന്ന് അമേരിക്കയിലെ പരമോന്നത കോടതി വിധിക്കുന്ന ദിനം ഇന്നലെയാകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അതിനായി കാത്തിരുന്നു. മറ്റ് കേസുകൾ പരിഗണിച്ച കോടതി താരിഫ് വിഷയത്തിൽ അന്തിമ വിധി പറയുന്നത് ഈ മാസം 14-ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഉയർന്ന തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിയമപരമായ അവകാശമില്ലെന്ന് കാട്ടി വിവിധ കമ്പനികളും 12 സംസ്ഥാനങ്ങളുമാണ് സുപ്രീം കോടതിയിലെത്തിയത്. കോടതി നടപടികളിലേക്ക് എത്തിച്ച സാഹചര്യം എന്തൊക്കെയെന്ന് നോക്കാം. US പ്രസിഡന്റായി രണ്ടാം വട്ടവും ചുമതലയേറ്റ ട്രംപ് കഴിഞ്ഞ ഏപ്രിൽ 2 മുതലാണ് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്ക് മേലും ഏകപക്ഷീയമായി തീരുവകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് പ്രഖ്യാപിച്ച തീരുവകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധവും അധികാര ലംഘനവുമാണെന്ന് കീഴ്ക്കോടതിയായ US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും US കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ടും വിധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപ് സുപ്രീം കോടതിയെ സമീപിച്ചത്.
കീഴ്ക്കോടതി വിധിയെ ഏകപക്ഷീയമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കുമെന്നും വിധി ദുരന്തമാണെന്നും ട്രംപ് പറഞ്ഞു. വിധി അനുകൂലമായാൽ എന്താകും സാഹചര്യം? സുപ്രീം കോടതിയിൽ ട്രംപ് വിജയിക്കുകയാണെങ്കിൽ, ട്രംപിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് തന്റെ വിജയമായി ട്രംപ് ആഘോഷിക്കും. കൂടുതൽ കടുത്ത നിലപാടിലേക്ക് ട്രംപ് കടന്നേക്കും. ഇതിനോടകം 500% ഉയർത്തും താരിഫ് എന്ന ഭീഷണി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ ട്രംപ് ഉയർത്തിക്കഴിഞ്ഞു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അടിവേരറുക്കുന്ന നീക്കത്തിലേക്കായിരിക്കും ട്രംപ് നീങ്ങുക. ട്രംപ് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പ്രവചിക്കാൻ പോലും ആകാത്ത അവസ്ഥ. തീരുവകൾ നിലനിൽക്കുമോ എന്ന സംശയം നേരത്തെ വാദം കേട്ടപ്പോൾ സുപ്രീം കോടതിയും ഉന്നയിച്ചിരുന്നു. ഇതിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഇനിയുള്ള പ്രതീക്ഷ. സുപ്രീം കോടതി വിധിയും എതിരായാൽ ട്രംപിനത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ആഘാതവും നാണക്കേടും ഉണ്ടാക്കും. ഇതിനകം തീരുവയായി പിരിച്ചെടുത്ത തുകയെല്ലാം അതത് കമ്പനികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. സുപ്രീം കോടതിയും തീരുവ അസാധുവാക്കിയാൽ യുഎസിന് അത് വൻ സാമ്പത്തിക ദുരന്തമാകും എന്നതാണ് ട്രംപ് ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കോടതികളിലും ട്രംപ് ഉയർത്തുന്ന വാദം അതാണ്. 3ാം നിര രാജ്യമായി യുഎസ് അധപ്പതിച്ചു പോകും എന്നതാണ് ട്രംപ് കോടതികളോട് പറയുന്നത്. നിലവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ തീരുവ ആയുധമാക്കി ട്രംപ് നേടാൻ ശ്രമിക്കുന്ന മേധാവിത്വത്തിന്റെ അടിവേരിളകും ഈ കോടതി വിധി എതിരാവുകയാണെങ്കിൽ. അപ്പോ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ സുപ്രീം കോടതി വിധിയിൽ കണ്ണുനിട്ടിരിക്കുകയാണ്. കോടതി വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയോടെ. തോറ്റാലും പക്ഷേ ട്രംപിന് മുന്നിൽ വേറെയും വഴികളുണ്ട്. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിച്ച തീരുവയുടെ സാധുതയാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. സുപ്രീം കോടതി വിധി എതിരായാൽ തീരുവ ചുമത്തുന്നത് തുടരാൻ പ്രസിഡന്റിനെ അനുവദിക്കുന്ന വേറെയും ചട്ടങ്ങൾ അമേരിക്കയിൽ ഉണ്ട്. ട്രംപ് ആ ചട്ടങ്ങൾ ഉപയോഗിക്കാൻ മടിക്കാത്ത ആളാണ്. അപ്പോൾ ആ ചട്ടങ്ങൾ ഉപയോഗിച്ചും തന്റെ തീരുമാനം നടപ്പിലാക്കും എന്ന സൂചനകളാണ് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്നത്. താരിഫ് ചുമത്തിയത് വൻ നേട്ടമായെന്നും യുഎസിന്റെ വ്യാപാര കമ്മി 2009 ശേഷമുള്ള ഏറ്റവും താഴ്ചയിലെത്തി എന്നതുമാണ് ട്രംപ് ഉയർത്തിക്കാട്ടുന്നത്. താരിഫ് വരുമാനം $600 ബില്യൺ കടന്നു എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി കോടതി വിധി മറികടക്കാൻ മറ്റധികാരങ്ങൾ പ്രയോഗിക്കാൻ ട്രംപ് ഏതറ്റം വരെയും പോകും. മാഗ എന്ന ട്രംപിന്റെ സിദ്ധാന്തത്തിന് അമേരിക്കയിൽ വലിയ പിന്തുണയുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാകും ട്രംപ് ആ നീക്കങ്ങളൊക്കെ നടത്തുക. ഇന്ത്യക്ക് ആഘാതം. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മൊത്തം 50% തീരുവയാണ് ട്രംപ് ഭരണകൂടം ചുമത്തുന്നത്. ഇനിയും ഇത് തുടരുന്നതുകൊണ്ട് തന്നെ അത് 500% ഉയർത്താനുള്ള ബില്ലിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഒപ്പിട്ടു. ഈ റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെ ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് കനത്ത ആഘാതം സൃഷ്ടിച്ചിരുന്നു. UN ഇന്ത്യക്ക് 2026 പ്രതീക്ഷിക്കുന്ന GDP വളർച്ചാ അനുമാനം കുത്തനെ വെട്ടിക്കുറച്ചു. 2025 7.4% വളരുന്ന ഇന്ത്യ 2026 6.6% വളർച്ചയെ നേടൂ എന്നതാണ് UN കുറിച്ചത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അത് ഓഹരി വിപണികളിൽ പ്രതിഫലിച്ചിരുന്നു. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തുന്ന കനത്ത തീരുവ തന്നെ ആകും ഈ തിരിച്ചടിക്കൊക്കെ അടിസ്ഥാന കാരണം എന്നതാണ് പറയപ്പെടുന്നത്. 2027 GDP വളർച്ച 6.7% ആകുമെന്നും UN മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കോടതി വിധി അനുകൂലമായാൽ ഈ സാഹചര്യങ്ങളും ഭീഷണിയും ഒഴിയും എന്നതാണ് ആശ്വാസം. വ്യാപാര കരാറിൽ ചർച്ചകൾ നടക്കുന്നുവെങ്കിലും കരാർ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. മറ്റ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ ശ്രമിച്ചുവെങ്കിലും അമേരിക്കൻ വിപണിക്ക് പകരമല്ല മറ്റൊന്നും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിൽ മോദി കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല എന്ന തരത്തിലൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ. ഇന്ത്യയും മോദി സംസാരിച്ചില്ല ട്രംപുമായി, ഇന്ത്യ കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല, അതാണ് കരാർ യാഥാർത്ഥ്യമാകുന്നതിന് തിരിച്ചടിയായത് എന്ന പരാമർശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നത് വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. താരിഫ് 500% ആക്കുമെന്ന പ്രഖ്യാപനം പക്ഷേ ഇരുട്ടടിയാണ്. വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഈ 500% താരിഫ് ഉയർത്തുമെന്ന് പറഞ്ഞ സാഹചര്യമൊക്കെ നിരീക്ഷിക്കുന്നു എന്ന് ഇന്ത്യ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആഗോള വ്യാപാര രംഗത്തെ അന്തരീക്ഷം അനുസരിച്ചാണ് ഇന്ത്യ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. 140 കോടി ജനങ്ങൾക്കും ന്യായമായ വിലയിൽ അവ എത്തിക്കാനാണ് രാജ്യത്തിന്റെ ശ്രമം.
അതിനാണ് പ്രയോറിറ്റി എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് തനിക്ക് രാജ്യാന്തര നിയമമൊന്നും വേണ്ട, സ്വന്തം നീതിയാണ് തന്നെ നയിക്കുന്നത്, താൻ നടപ്പാക്കുന്നതും സ്വന്തം തീരുമാനങ്ങളാണ് എന്നതാണ് ട്രംപ് പറയുന്നത്. വെനസ്വേലയിലേക്ക് കടന്നു കയറി പ്രസിഡന്റ് മദുറോയെയും ഭാര്യയെയും പിടികൂടി അമേരിക്കൻ ജയിലിലാക്കിയ വെനസ്വേലൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ വിപണി പിടിച്ചെടുക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കി ഊഴം കാത്തിരിക്കുകയാണ്. ഒപ്പം ഗ്രീൻലാൻഡിനെയും ട്രംപ് ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്തിനും മടിക്കാത്ത അന്താരാഷ്ട്ര നിയമങ്ങളോ മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധങ്ങളോ ഒന്നും പരിഗണിക്കാതെയുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ഉണ്ടാക്കുന്ന ഭീഷണി ചെറുതല്ല. ഇതിനുള്ള തിരുത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 14 വരാനിരിക്കുന്ന കോടതി വിധിയും ഇടക്കാല തെരഞ്ഞെടുപ്പുമാണ് അനുകൂല തീരുമാനം ഉണ്ടാക്കാൻ ട്രംപിനെ പ്രേരിപ്പിക്കേണ്ടുന്ന ഘടകങ്ങൾ. അവിടെയാണ് ജനാധിപത്യത്തിന്റെ ശക്തി, നിയമ സംവിധാനങ്ങളുടെ ശക്തി തെളിയിക്കപ്പെടേണ്ടത്. അത് രണ്ടും ലോകസമാധാനത്തിന് വേണ്ടിയുള്ളതാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന ഫോക്കസും ട്രംപുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഗ്രീൻലാൻഡിൽ കണ്ണു നട്ടിരിക്കുകയാണ് ട്രംപ്. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപിൽ കണ്ണും നട്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തെ ഉപയോഗിച്ച് ഗ്രീൻലാൻഡ് ബലമായി പിടിച്ചെടുക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗ്രീൻലാൻഡിൽ തങ്ങൾ ചിലതൊക്കെ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യയോ ചൈനയോ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് തടയാനാണ് തന്റെ നീക്കം എന്നതാണ് ട്രംപിന്റെ ന്യായീകരണം. അപ്പോൾ ഓരോ രാഷ്ട്രത്തിനുമെതിരെ നീങ്ങാൻ ഓരോരോ കാരണങ്ങൾ ട്രംപ് കണ്ടുപിടിക്കും. അത് കാരണമാക്കിക്കൊണ്ട് താൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യും. അതാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗ്രീൻലാൻഡിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ന്യായീകരണങ്ങൾ ഇതൊക്കെയാണ്. വേണമെങ്കിൽ സൈന്യത്തെ ഉപയോഗിച്ച് തന്നെ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് കൈക്കലാക്കും. ഇത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. സമാധാനപരമായ ചർച്ചകൾ നടന്നില്ല എങ്കിൽ കടുത്ത നടപടികളിലൂടെ ലക്ഷ്യം കാണുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ട്രംപിന്റെ ന്യായങ്ങൾ എന്ന് നോക്കിയാൽ, റഷ്യയും ചൈനയും ആർട്ടിക് മേഖലയിൽ സൈനിക പ്രവർത്തനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ദ്വീപിന്റെ നിയന്ത്രണം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമാണ് എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നല്ല രീതിയിലായാലും അല്ലെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ള രീതിയിലായാലും നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് തന്നെ ട്രംപ് പറയുന്നു. ഡെൻമാർക്കിന്റെ തീരങ്ങളിലെ റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം കാരണം ഈ ആർട്ടിക് പ്രദേശം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്നതാണ് ട്രംപിന്റെ വാദം. ദേശീയ സുരക്ഷ, സാമ്പത്തിക സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനുള്ള കാരണങ്ങളായി ട്രംപ് ഉയർത്തിക്കാട്ടുന്നത്. ഈ ആർട്ടിക് മേഖലയ്ക്കായുള്ള പോരാട്ടം എന്തായാലും വർദ്ധിച്ചു വരികയാണ്. ആ സാഹചര്യത്തിലാണ് ട്രംപ് ഈ രീതിയിൽ കാര്യങ്ങളെ നീക്കുന്നത്. മേഖലയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും കാനഡയ്ക്കും ഒക്കെ അവരവരുടേതായ താല്പര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഇതാണോ ട്രംപിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ? ട്രംപ് പറയുന്നതല്ല ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. യഥാർത്ഥ കാരണം എന്തൊക്കെയാണ്? അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമിടയിൽ തന്ത്രപരമായി സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതാണ് ഗ്രീൻലാൻഡിന്റെ പ്രാധാന്യം. കോടികൾ എന്ന് വെച്ചാൽ കോടാനുകോടികൾ വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിന്റെ ഭൗമ സമ്പത്ത് തന്നെയാണ് ലോകരാജ്യങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് ട്രംപിനെ ആകർഷിക്കുന്ന കാരണം. ഗ്രീൻലാൻഡിന്റെ മഞ്ഞുമൂടിയ ഭൂമിക്കടിയിലുള്ള ധാതു സമ്പത്താണ് ശ്രദ്ധാകേന്ദ്രം. രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ഇതിലേക്ക് കൂടി കണ്ണുവെച്ചുകൊണ്ടാണ് ട്രംപിന്റെ നീക്കങ്ങൾ. അപൂർവ ഭൗമ മൂലകങ്ങൾക്കും ഹരിതോർജ സാങ്കേതിക വിദ്യകൾക്കായി ഉപയോഗിക്കുന്ന നിർണായക ധാതുക്കളും വലിയ തോതിലുള്ള ഫോസിൽ ഇന്ധന ശേഖരവുമാണ് ഗ്രീൻലാൻഡിന്റെ പ്രത്യേകത. സ്വർണം, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ വിലയേറിയ ലോഹങ്ങൾ, എണ്ണ, വാതക വിഭവങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട്. ഗ്രീൻലാൻഡിന്റെ 3 അപൂർവ ഭൂമി നിക്ഷേപങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ 10 നിക്ഷേപങ്ങളിൽ ഒന്നാകാമെന്ന് ഈ മേഖലയിലെ ധാതുക്കളുടെ ഭൂപടം തയ്യാറാക്കിയ ജിയോളജിക്കൽ സർവേ ഓഫ് ഡെൻമാർക്ക് ആൻഡ് ഗ്രീൻലാൻഡിന്റെ സാമ്പത്തിക ജിയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമായി നിലനിർത്തുന്നതാണ് നിർണായക ധാതുക്കൾ. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററി മുതൽ കാറ്റാടി യന്ത്രങ്ങൾ, സോളാർ പാനലുകൾ വരെയുള്ളവയ്ക്ക് നിർണായക ധാതുക്കൾ ആവശ്യമാണ്. ഇതിന്റെ സാധ്യത മുന്നിൽ കണ്ടാണ് ട്രംപിന്റെ നീക്കങ്ങളെല്ലാം. അത് പാക് ബന്ധത്തിലാകട്ടെ,
റഷ്യ യുക്രൈൻ പ്രശ്നപരിഹാരത്തിന് ഇടപെടുമ്പോഴാകട്ടെ ഏറ്റവും ഒടുവിൽ വെനസ്വേലയിൽ നടത്തിയ കടന്നുകയറ്റത്തിൽ വരെ എന്തൊക്കെയാണ് ട്രംപിന്റെ താൽപര്യങ്ങൾ എന്നത് നമ്മൾ കണ്ടതാണ്. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിലും ട്രംപിനെ നയിക്കുന്നത് ഈ ധാതു സമ്പത്ത് തന്നെയാണ് എന്നത് വളരെ വ്യക്തം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൈന്യത്തെ ഉപയോഗിക്കും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സംഘർഷം രൂക്ഷമാകുമോ എന്നതാണ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ അമേരിക്ക സൈനിക നടപടികൾ സ്വീകരിക്കുമെന്ന തലത്തിൽ വരെ കാര്യങ്ങൾ എത്തിയതോടെ ഗ്രീൻലാൻഡും ഡെൻമാർക്കും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു. 500 വർഷങ്ങൾക്ക് മുൻപ് അവർ അവിടെ ഒരു ബോട്ട് ഇറക്കിയെന്നതുകൊണ്ട് അവർക്ക് ആ ഭൂമി സ്വന്തമാകില്ല എന്നതാണ് ട്രംപ് പറയുന്നത്. ഗ്രീൻലാൻഡിലെ താമസക്കാർക്ക് പണം നൽകിക്കൊണ്ട് ഡെൻമാർക്കിൽ നിന്ന് വേർപെട്ട് വരാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് വരെ ട്രംപ് ആലോചിക്കുന്നുണ്ട്. അതിനായി പൈസയാണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഓരോ വ്യക്തിക്കും $10,000 $1,00,000 ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ ഒഴിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നതാണ് ട്രംപിന്റെ രീതി എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ആവശ്യമെങ്കിൽ ഗ്രീൻലാൻഡ് ബലമായി ഏറ്റെടുക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ഡെൻമാർക്കിന്റെ അതിർത്തിയിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ ഉത്തരവുകൾക്ക് കാത്തു നിൽക്കാതെ തന്നെ സൈനിക നടപടി തുടങ്ങുമെന്നാണ് ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചത്. ഗ്രീൻലാൻഡിന് മേലുള്ള ഏതൊരു US ആക്രമണവും നാറ്റോ സഖ്യത്തിന്റെയും 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ സ്ഥാപിതമായ സുരക്ഷയുടെയും അവസാനമായിരിക്കുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സൺ പറഞ്ഞു. അമേരിക്ക ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും അതിനായുള്ള സൈനിക നടപടികളും ആലോചിക്കുന്നതിനിടെയാണ് ഈ മുന്നറിയിപ്പ് ഡെൻമാർക്ക് നൽകുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് ഇതൊക്കെ കേട്ട് പിന്മാറുമോന്നൊന്നും നമുക്കറിയില്ല. ഡെൻമാർക്കിലെ അമേരിക്കൻ താൽപര്യങ്ങളോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും സൈനിക നടപടി എന്നതുൾപ്പെടെയുള്ള ട്രംപിന്റെ നീക്കങ്ങളോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഡെൻമാർക്കിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വെനസ്വേലയ്ക്ക് പിന്നാലെയാണ് ട്രംപ് ഗ്രീൻലാൻഡിലും സൈനിക നീക്കമെന്ന ഭീഷണി മുഴക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കോ ഓരോ രാജ്യങ്ങളുടെയും സ്വതന്ത്ര പരമാധികാരത്തിനോ വില നൽകാതെയുള്ള ട്രംപിന്റെ ഈ നീക്കങ്ങൾ ലോക സമാധാനത്തിന് തന്നെ വൻ ഭീഷണിയാണ്. നമ്മളുടെ നേരം വൈകുന്നേരത്തിലെ 5 ഫോക്കസ് വാർത്തകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ, ഇന്റർനാഷണൽ വാർത്തകളൊക്കെ കണ്ടു. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.